നമസ്കാരം സുഹൃത്തുക്കളെ. ഏതാണ്ട് 13-14 വയസ്സുള്ളപ്പോൾ തന്നെ സിനിമ എന്ന വലിയ വ്യവസായത്തിലേക്ക് തൊഴിൽ തേടി തൊഴിൽ ചെയ്യാൻ വേണ്ടി ഇറങ്ങി വന്ന വ്യക്തിയാണ് നമിത പ്രമോദ് എന്ന ആൾ. ചെറിയ പ്രായത്തിൽ തന്നെ നിരവധി ഹിറ്റ് സിനിമകളിൽ അവർക്ക് അഭിനയിക്കാൻ പറ്റി, തൊഴിലെടുക്കാൻ പറ്റി. തന്നേക്കാൾ ഒരുപാട് മുതിർന്ന പുരുഷന്മാർ നായകന്മാരായിട്ടുള്ള സിനിമയിൽ അവർ അഭിനയിച്ചു. ആ ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് അവർ സമ്പാദിച്ചു. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അങ്ങനെ നമ്മൾ സിനിമയിലൊന്നും കാണാറില്ല. എന്നാൽ അവർ വേറെ ചില ബിസിനസ്സുകളും മറ്റും ചെയ്യുന്നുണ്ട്, കഫേയും മറ്റുമൊക്കെ. ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ പ്രായത്തിലുള്ള പലർക്കും തോന്നുന്ന കാര്യമാണ് ലോകം ചുറ്റി സഞ്ചരിക്കുക, തങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, തങ്ങളുടെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളടക്കം ചെയ്യാനൊക്കെ പറ്റുക. എല്ലാവർക്കും സമയം കിട്ടാറില്ല, പണം തികയാറില്ല, അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എന്നാൽ ഇവരെ സംബന്ധിച്ച് അവരിൽ കാശുണ്ട്, ഇപ്പോൾ സമയമുണ്ട്. അങ്ങനെ നമിത പ്രമോദ് എന്ന അഭിനയ തൊഴിലാളി നടി അവരിപ്പോൾ ഒരു കാശി യാത്രയൊക്കെ നടത്തിയിരിക്കുകയാണ്. അവരുടെ വേഷവിധാനങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പൂർണ്ണമായും ആ വിശ്വാസപരമായിട്ടുള്ളൊരു തീർത്ഥാടനമാണ് അവർ നടത്തുന്നതെന്നാണ്. അതിൻ്റെ ചിത്രങ്ങൾ അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാൻ മടി കാണിച്ചിട്ടില്ല. ഒരു പക്ഷേ ഒരു 5-6 വർഷം മുമ്പായിരുന്നെങ്കിൽ അവരത് ചെയ്യുമായിരുന്നു എന്ന് തോന്നുന്നില്ല. എന്നാൽ ഇപ്പോൾ യാതൊരു മടിയും കൂടാതെ നെറ്റി നിറയെ കുങ്കുമവും അതുപോലെ തന്നെ അവിടുത്തെ പൂജ ചെയ്യുന്നതും മറ്റും ചില വീഡിയോസും അവർ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോസ് ഞാൻ കാണിക്കുന്നില്ല, അവരുടെ പേജിൽ അതിപ്പോഴും കിടപ്പുണ്ട്. അത്തരം കാര്യങ്ങൾ അവർ ഒരു മടിയും കൂടാതെ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ താഴത്തെ കമൻറ്റുകൾ ഞാനൊന്ന് നോക്കി. കാരണം മുൻപൊക്കെ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്താൽ, പ്രത്യേകിച്ചും ഹൈന്ദവ വിശ്വാസിയായിട്ടുള്ള ഒരു അഭിനയ തൊഴിലാളിയോ അല്ലെങ്കിൽ ഈ മാപ്രകൾ പറയുന്ന പോലെ സോ കോൾഡ് സെലിബ്രിറ്റീസ് അങ്ങനെയുള്ള ആളുകൾ അത് പോസ്റ്റ് ചെയ്താൽ അതിൻ്റെ താഴെ വന്നിട്ട് ചില പ്രത്യേക കൂട്ടർ ഇവരെ സംഖ്യയാക്കാറുണ്ട്. സംഖ്യ എന്ന് വിളിക്കുക, ചാണകത്തെ ചവിട്ടി എന്ന് പറയുക. അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടി, ഇനി ചെയ്താൽ ഇതായിരിക്കും പ്രതികരണം എന്ന് പേടിപ്പിക്കാൻ വേണ്ടി മുൻകാലങ്ങളിൽ അവർ ചെയ്യാറുണ്ട്. പക്ഷേ ഇത്തവണ അങ്ങനെയുള്ള യാതൊരു കമൻറ്റും കാണാനില്ല. ഒറ്റ സുഡാപ്പി കമൻറ്റ് പോലും അതിൻ്റെ താഴെ കാണാനില്ല എന്നതാണ് വാസ്തവം. അതായത് ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൽ ഒരു ഹിന്ദു വിശ്വാസിക്ക് അവരുടെ വിശ്വാസം സ്വാതന്ത്ര്യത്തോടു കൂടി ചെയ്യാനുള്ള ഒരു ഇടം ലഭിച്ചിരിക്കുന്നു നിലവിൽ. അതിൻ്റെ കാരണം ഇവിടെ സംഖ്യകളുടെ എണ്ണം കൂടുന്നത് തന്നെയാണ്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, അതാണ് അതിൻ്റെ വസ്തുത. ഇവിടെ സംഘപരിവാർ ഇല്ലായിരുന്നുവെങ്കിൽ ഇതിനൊരുപക്ഷെ സാധ്യമാവുമായിരുന്നില്ല. മുൻപ് നമുക്കറിയാം, ഏവർക്കും പ്രിയങ്കരിയായിട്ടുള്ള KS ചിത്ര എന്ന വ്യക്തി, അവർക്ക് ഹേറ്റേഴ്സ് പോലും ഇല്ല, എല്ലാവർക്കും ഇഷ്ടമാണ് അവർ ഈ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം അവിടെ ശിലാന്യാസം നടക്കുന്ന സമയത്ത് വീടുകളിൽ വിളക്ക് വെക്കണമെന്ന് വിശ്വാസികളോടാണ് പറഞ്ഞത്. അതിന് അവർ കേട്ട തിരക്ക് കയ്യും കണക്കുമില്ലായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ കാണുമല്ലോ. ആ കാലം ഇപ്പോൾ മാറി. ഒരു ഹിന്ദുവിന് അവൻ്റെ വിശ്വാസം സ്വാതന്ത്ര്യത്തോടു കൂടി അത് ചെയ്യാനും അത്തരം ആചാരങ്ങളിൽ പങ്കെടുക്കാനും അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാനും ഇപ്പോൾ സാധിച്ചിരിക്കുന്നു. ഇപ്പോൾ ചോറി കമൻറ്റുമായിട്ട് ആരും വരുന്നില്ല. ഇനി വേറൊരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ ഇതിനകം സംഭവിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലായിരിക്കാം, പക്ഷേ ഞാൻ അത് ശ്രദ്ധയിൽപ്പെടുത്താം. ഈ ഓണസമയത്ത് പ്രധാനപ്പെട്ട കടകളിലെല്ലാം മാവേലിയുടെ കൂറ്റൻ കട്ടൗട്ടും ഫോട്ടോയും ആളെയൊക്കെ നിർത്താറുണ്ടല്ലോ. മുൻകാലങ്ങളിൽ നിങ്ങൾ കണ്ടിരിക്കുന്നത് എന്താ? അമിതമായി കുടവയറുള്ള ഒരു വികൃത രൂപമാണ് മാവേലി എന്ന രൂപത്തിൽ ഒരു ഓലക്കുടയും പിടിച്ച് നിർത്തുന്നത്. എന്നാൽ ഈ വർഷം നിങ്ങൾ കാണുന്ന മാവേലിയുടെ രൂപം നോക്കുക. അത് കുറേ കൂടെ ഉയരമുള്ള, കുറച്ചുകൂടി ആ ഉയരത്തിനൊപ്പം വണ്ണമൊക്കെയുള്ള, എന്നാൽ അമിതമായിട്ട് കുടവയറില്ലാത്ത ഒരു ആരോഗ്യമുള്ള നല്ലൊരു രാജാവായിട്ടാണ് ഒട്ടുമിക്ക കടകളിലും അവതരിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, മാവേലിയുടെ വയറ് കുറഞ്ഞത് എങ്ങനെയാണ്, അത് ഇന്ന പ്രോഡക്റ്റ് കഴിച്ചിട്ട്, ആ പ്രോഡക്റ്റിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, അത് കഴിച്ചുകൊണ്ടാണ് വയറ് കുറഞ്ഞത് എന്ന തരത്തിൽ പരസ്യം വരെ ഇപ്പോൾ ടെലിവിഷനിൽ വന്നു തുടങ്ങി. അതായത് കുടവയർ ഉണ്ടായിരുന്ന മാവേലിയുടെ കുടവയർ അവർ മാറ്റി ഇപ്പോൾ കുടവയറില്ലാത്ത മാവേലിനെയാണ് അവതരിപ്പിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ? സംഘപരിവാരപ്പെട്ട സംഘടനയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതോ ഒരു ഹിന്ദു സംഘടന ഇതിനു മുമ്പേ പറഞ്ഞിരുന്നു, മാവേലിയെ വികൃതമായിട്ട് അവതരിപ്പിച്ച് ഏതെങ്കിലും കടയുടെ മുന്നിൽ വെക്കുന്നുണ്ടെങ്കിൽ അത്തരം കടകൾ ഞങ്ങൾ ബഹിഷ്കരിക്കാൻ കയറില്ല. ഒരാൾ നഷ്ടപ്പെട്ടാൽ പോലും, മത്സരമാണ്, എല്ലാവർക്കും അറിയാം, ഒരാളെ നഷ്ടപ്പെടുത്താൻ പോലും ഇത്തരം കടകൾ ആഗ്രഹിക്കുന്നില്ല. അതിനാൽ വെറുതെ ഒരു പ്രശ്നം വേണ്ട എന്ന പേടിയിലായിരിക്കാം അവർ മാറ്റി. ഇത്തവണ മുതൽ എന്തായാലും മാവേലിക്ക് കുടവയറില്ല. കുടവയർ വെച്ച ചിലരെയൊക്കെ കാണാമായിരിക്കും, എന്നാലും പ്രധാനപ്പെട്ട എല്ലാ മതത്തിലുള്ള ആളുകളും വരണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന കടകളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഒറ്റ മാവേലിക്കും ഈ അമിതമായിട്ടുള്ള കുടവയറില്ല. മാത്രമല്ല, നല്ല വൃത്തിയോടെ തന്നെയാണ് ഇത്തവണ ഈ മാവേലി വേഷം കെട്ടുന്നവരും അതുപോലെ തന്നെയാണ് അതേ രീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്ന് കാണാൻ സാധിക്കും. അതിൻ്റെ വേറൊരു സൈഡ് കൂടെ ഇതിൻ്റെ കൂടെ പറഞ്ഞു പോകണം. ചില ഉസ്താദുമാരൊക്കെ ഓണം ആഘോഷിക്കരുത്, നമ്മുടെയല്ല, അത് ഹിന്ദുക്കളുടെയാണ് എന്നൊക്കെ പറഞ്ഞ് ഫത്വയും മറ്റുമൊക്കെ പുറപ്പെടുവിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ. എന്നാൽ എല്ലാ വർഷത്തേക്കാൾ ഏറ്റവും കൂടുതൽ തട്ടമിട്ട പെൺകുട്ടികൾ ഓണം ഇത്തവണയാണ് ആഘോഷിക്കുന്നതെന്ന് കാണാം. അത്തരം വീഡിയോകൾ നിരവധിയായിട്ട് സോഷ്യൽ മീഡിയയിലുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓണക്കാലത്ത് നോക്കൂ, ഈ ഓണം എല്ലാവരുടെയും കൂടെ ആഘോഷമാണ് എന്ന് പറയുമ്പോഴും അതിൽ ചില ബിംബങ്ങളും അതിൽ ചില വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ ഹിന്ദുവിൻ്റെ വിശ്വാസമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ്. ശരി, അത് മാറ്റി നിർത്തിയാലും നമിത പ്രമോദ് ഇപ്പോൾ ഈ ചെയ്ത കാശി തീർത്ഥാടനം, അതിൻ്റെ ഫോട്ടോകൾ സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ താഴെ നെഗറ്റീവ് കമൻറ്റുകളില്ല. ചില സംഖ്യകൾ മാത്രമാണ് അവിടെ ആശങ്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ സംഖ്യ വിളി വരും എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടും അത് ആ കമൻ്റ് ഇട്ടിട്ട് മിനിറ്റുകൾ കഴിഞ്ഞിട്ടും ആരും സംഖ്യ എന്ന് വിളിക്കുന്നില്ല.
അപ്പോൾ അങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള ഒരുപാട് മാറ്റം കേരളത്തിൽ ഇതിനകം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ കാരണം ഇവിടെ സംഖ്യകളുടെ എണ്ണം കൂടുന്നതാണ്. അല്ലായിരുന്നുവെങ്കിൽ ഒരു 5 വർഷം മുമ്പത്തെ അവസ്ഥയിൽ തന്നെയായിരിക്കും ഇപ്പോഴും കേരളം. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇന്നിപ്പോൾ ആളുകൾ, അതായത് ആയിട്ടുള്ള ആളുകൾ, അവർ രാഷ്ട്രീയത്തിന് അതീതമായി തങ്ങളെ ഇങ്ങനെ ചില ആളുകൾ കോർണർ ചെയ്യുന്നുണ്ടോ എന്ന് ചിന്തിച്ചു തുടങ്ങിയപ്പോൾ അവരും ആ തരത്തിൽ തന്നെ ചിന്തിക്കാൻ തുടങ്ങിയതിൻ്റെ മാറ്റമാണ് ഞാൻ ഈ പറഞ്ഞ സംഗതികളെല്ലാം.